ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. വി കോളർ കുർത്തിയാണ്. കൂടാതെ ഫ്രണ്ടിൽ പ്ലീറ്റ്സും വരുന്നുണ്ട്, സൈഡിൽ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീറ്ററിൻ്റെ ഒരു നൈറ്റി ബിറ്റാണ്. ആദ്യം തന്നെ നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ഇതൊരു ലൈൻ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ സ്ലീവും നമുക്ക് ലെങ്ത് വൈസ് തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മെറ്റീരിയലിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് സ്ലീവിന് മാർക്ക് ചെയ്യാം. ഇതേപോലെ 4 ആക്കി ഫോൾഡ് ചെയ്തിടാം. എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം. ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 18.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 17 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. സ്ലീവിൻ്റെ വിഡ്ത്ത് നമുക്ക് 8.5 ഇഞ്ച് കിട്ടുന്നുള്ളൂ. നമുക്ക് വേണ്ടത് 10.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ സൈഡിലൊരു 2 ഇഞ്ചിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ്റ് വരുന്നത് ആംപിറ്റിൻ്റെ ഭാഗത്തായിട്ടാണ്, അതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് കാണുകയില്ല. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ലെങ്ത്ത് 47 ഇഞ്ചാണ്. അത് ഞാനിവിടെ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 45.5 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. തുണി ഞാനിവിടെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. മടക്ക് വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തും ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പൺ സൈഡും, അതുപോലെ തന്നെ മേൽഭാഗത്തും മടക്ക് വശം തന്നെയാണ് വരുന്നത്. ഇനി മേൽഭാഗത്ത് കട്ട് ചെയ്ത് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ 2 പീസും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കിംഗ് തുടങ്ങാം. ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ പ്ലീറ്റ്സിന് വേണ്ടിയിട്ടുള്ള 4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് മിനിമം 3 ഇഞ്ച് വേണം പ്ലീറ്റ്സിന് വേണ്ടിയിട്ട്. 3, 4, 5 ഒക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മേൽഭാഗം തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ശേഷം ഈ 4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കാം. മേൽഭാഗം തുടങ്ങി താഴ്ഭാഗം വരെ ഇതുപോലെ മടക്കിയിട്ടിട്ട് നമുക്ക് പിൻകുത്തി സെക്യൂറാക്കി വയ്ക്കാം. ഇപ്പോൾ പ്ലീറ്റ്സിനുള്ള 4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ബാക്ക് പീസ് വെച്ച് കൊടുക്കാം. ഷോൾഡർ വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് കൂടുതലെടുത്ത് 7.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോളും എടുക്കുന്നത് സെയിം തന്നെയാണ്, 7.5 ഇഞ്ച്. ഇനി ഇവിടെയും നമുക്ക് 7.5 തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലെന്ന് നോക്കാം. അതിനുശേഷം ഈ ലൈനിൽ തന്നെയാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ നമുക്കതിൻ്റെ 4ൽ 1 ഭാഗം എടുക്കുമ്പോൾ 10.5. അപ്പോൾ 10.5 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. കൂടെ 1/2 ഇഞ്ച് ലൂസും കൊടുത്തിട്ടുണ്ട്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൽ നിന്ന് താഴേക്ക് നമ്മുടെ ചെസ്റ്റിന് താഴെ ഷേപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തേക്കുള്ള ലെങ്ത്താണ് നോക്കുന്നത്. തയ്യൽ തുമ്പ് അടക്കം 14.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തെ വണ്ണം ചെസ്റ്റിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്ത് 9.5 കൊടുക്കുന്നത്. കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്ക് മേലെ നിന്ന് ഹിപ്പ് ലെങ്ത്ത് നോക്കാം. ഞാൻ തയ്യൽ തുമ്പ് അടക്കം 20.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തെ വണ്ണവും 10.5 ഇഞ്ച് എടുത്തിട്ട് 1/2 ഇഞ്ച് ലൂസും പിന്നെ 1 ഇഞ്ച് നമ്മൾ സ്ലിറ്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗം നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഹിപ്പിൻ്റെ അവിടെ നമ്മൾ കൊടുത്തത് 12 ഇഞ്ചാണ്. ഇവിടെ നമുക്ക് 1 ഇഞ്ച് കൂടുതലെടുത്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ആ 2 പോയിൻ്റ് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി 3.5 ഇഞ്ചാണ് നെക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഷോൾഡറിലേക്ക് നമുക്കൊരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങിയിട്ട് ചെസ്റ്റിലേക്കാണ് മാർക്കിംഗ് കൊടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇവിടുന്ന് തുടങ്ങി കട്ട് ചെയ്തെടുക്കാം. താഴ്ഭാഗം വരെ നമുക്ക് കട്ടിംഗ് ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കൊരു 1/2 ഇഞ്ചിലൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം.
ഇനി ബാക്ക് പീസ് എടുത്തിട്ട് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. വിഡ്ത്ത് വരുന്നത് 3.5 ഇഞ്ച് തന്നെയാണ്. ലെങ്ത്ത് വരുന്നത് 3/4 ഇഞ്ചാണ്. അത് കോളർ നെക്ക് ആയതുകൊണ്ടാണ് നമ്മൾ 3/4 കൊടുക്കുന്നത്. ഇനി ഇതുപോലെ നമുക്കൊരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മടക്കി വെച്ചില്ലേ 4 ഇഞ്ച്, അതിൻ്റെ പിന്നെല്ലാം ഊരി നമുക്ക് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കൊടുത്ത ലൈനിൻ്റെ അങ്ങോട്ടേക്കാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 3.5 ഇഞ്ച് തന്നെയാണ്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം. ഞാൻ കൊടുക്കുന്നത് 12 ഇഞ്ചാണ്. ഈ ലൈനിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ലൈൻ ഇങ്ങോട്ടേക്കും നീട്ടി വരച്ചു കൊടുക്കാം. ശേഷം ആ ലൈനിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മടക്കി ഇടുമ്പോഴാണ് 1 ഇഞ്ച് വരുന്നത്. ഇത് നിവർത്തി ഇടുമ്പോൾ നമുക്ക് 2 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ ആ 2 ഇഞ്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം ആ 1 ഇഞ്ചിൽ നിന്ന് മേലെ 3.5ലേക്ക് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വലിയ നെക്കാണ് നമുക്ക് കിട്ടുക. നമുക്കിനി ഇതിനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് 2 ഇഞ്ചിലേക്ക് ആക്കി കൊണ്ടുവരണം. നേരത്തെ 1 ഇഞ്ച് മാർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിവർത്തി ഇടുമ്പോൾ നമുക്ക് 2 ഇഞ്ച് കിട്ടുന്നു. ആ 2 ഇഞ്ചിലേക്കാണ് നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് കൊണ്ടുവരേണ്ടത്. ഓരോ പ്ലീറ്റ്സിലും നമുക്ക് ഇതുപോലെ പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് 2 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേൽഭാഗത്ത് കൂടെ ഒരു 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെല്ലാം ഊരി മാറ്റാം. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ബാക്ക് പീസ് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം. നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ മേൽഭാഗത്ത് 2 ഷോൾഡറും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇനി നമുക്ക് കോളറിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. നല്ല ഭാഗത്താണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. ടേപ്പ് എടുത്തിട്ട് നമുക്ക് നെക്കിന് ചുറ്റും ഇതേപോലെ വെച്ച് കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡ് വരെ നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുക 32 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട 2 ഇഞ്ച് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 34. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു 4 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ എടുക്കേണ്ടത് 38 ഇഞ്ചാണ്. കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ലാസ്റ്റ് നമ്മൾ ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി കോളറിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ച് വീതിയും 38 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 38 ഇഞ്ച് നീളത്തിൽ തന്നെ ഞാനൊരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 1.25 ഇഞ്ചാണ്. ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് നമ്മൾ തുണിയുടെ ചീത്ത ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാനായിട്ട്. ശേഷം നമുക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സൈഡിലൊരു 1/4 ഇഞ്ചിലൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ക്യാൻവാസിൻ്റെ മേലേക്കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത്. അങ്ങനെ മേലേന്ന് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി കോളർ വെച്ച് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നെക്കിൻ്റെ 2 സൈഡിലും ഇതേപോലെ ഒന്ന് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു 1/4 ഇഞ്ചിൽ നമുക്കൊന്ന് കട്ടിട്ട് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി മറ്റേ പോയിന്റിൽ വരെയാണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെയാണ് നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത്. ഇതേപോലെയാണ് മെഷീനിൽ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഉണ്ടല്ലോ, അത് മെഷീൻ്റെ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളവിടെ കട്ട് കൊടുത്തില്ലേ, ആ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് തുടങ്ങണം. കൂടാതെ 2 ഇഞ്ച് മേലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് 2 ഇഞ്ചിന് താഴേക്ക് വേണം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട്.
കെട്ടിട്ട് കൊണ്ട് നമുക്ക് തുടങ്ങാം. അതുപോലെ തന്നെ 1/4 ഇഞ്ചിൽ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. നേരത്തെ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ഒരു സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ സ്റ്റിച്ചിൻ്റെ മേലെ കൂടെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒരു സൈഡിലെ ഷോൾഡർ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഷോൾഡറിൻ്റെ താഴെ നമ്മളുടെ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് നമ്മൾ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഭാഗത്ത് സൂചി കുത്തി നിർത്താം. അതിനുശേഷം ഫൂട്ട് പൊന്തിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് തുണിയെ നമുക്ക് ഇതുപോലെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. ചുളിവുകളൊന്നും വരാതെ നീറ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫൂട്ട് താഴ്ത്തി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. മറ്റേ ഷോൾഡർ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ ഷോൾഡറിൻ്റെ സൈഡിൽ എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യണം. തയ്യൽ തുമ്പിനെ ബാക്കിലേക്ക് ആക്കി വെച്ചിട്ട് സൂചി കുത്തി നിർത്തി ഫൂട്ട് പൊന്തിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് തുണിയെ ടേൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറക്റ്റായിട്ട് ഒപ്പം വെച്ച് കൊടുക്കുക. ഒരു ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് താഴ്ഭാഗം വരെ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ 2 സൈഡിലായിട്ടും ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൽ ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ നമുക്കൊന്ന് കട്ടിട്ട് കൊടുക്കണം. ശേഷം കോളറിനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിന് ചുറ്റിലും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനുണ്ട്. ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു 1/4 ഇഞ്ചിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് നെക്കിന് ചുറ്റും ഫുള്ളായിട്ട് അരികിലൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നെക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് 12 ഇഞ്ചിലാണ്. നമുക്ക് അത്രയും നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ട. നമുക്ക് വേണ്ടത് 6.5 ഇഞ്ച് നെക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കണം. 5 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളമുള്ള ഒരു പീസ് ക്യാൻവാസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ക്യാൻവാസിനേക്കാളും ഒരു 1/2 ഇഞ്ച് നീളവും വീതിയും കൂടുതലുള്ള 2 പീസ് തുണികൾ വേണം. എന്നിട്ട് നമുക്ക് ക്യാൻവാസിനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാൻവാസിൻ്റെ സ്മൂത്തായ ഭാഗം നമുക്ക് ആ തുണിയിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് രണ്ടാമത്തെ പീസ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഈ ക്യാൻവാസിൻ്റെ പീസിന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ക്യാൻവാസിൻ്റെ അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മേൽഭാഗം ഒന്ന് നമുക്ക് നല്ലപോലെ നഖം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പീസിനെ നമുക്ക് നെക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടത് അതിൻ്റെ അനുസരിച്ചിട്ട് ഈ പീസിനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചുറ്റിനും ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ സെയിം പീസിൽ തന്നെ ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പാൻറ്റിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്ലെയിൻ ആയിട്ടുള്ളത് കൊണ്ട് സൈഡിൽ 2 സൈഡിലും ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് നോക്കാം. ഇവിടെ ബാക്കി വന്നിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം തന്നെ നമുക്ക് കോളറിൻ്റെ 2 സൈഡിലും ബാക്കി വന്ന പീസ് കട്ട് ചെയ്യുക. അതിനുശേഷം ക്യാൻവാസിൻ്റെ സൈഡിൽ ബാക്കി വരുന്ന ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് നോക്കാം. സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ 2 സൈഡിലും 2 ഇഞ്ചിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ വണ്ണം നേരത്തെ നമ്മൾ നോക്കിയിരുന്നു. മടക്കിയിടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8.5 ഇഞ്ചാണ്. എന്നാൽ നമുക്ക് വേണ്ടത് നമ്മളുടെ കൈവണ്ണം വരുന്നത് 10.5 ഇഞ്ചാണ് മടക്കിയിടുമ്പോൾ. അപ്പോൾ നിവർത്തിയിടുമ്പോൾ 21 ഇഞ്ച് നമുക്ക് ടോട്ടൽ കൈവണ്ണം വേണം. അതുകൊണ്ടാണ് നമ്മൾ 2 സൈഡിലും 2 ഇഞ്ചിൻ്റെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്താണ് നമുക്ക് വണ്ണം കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ആ സൈഡിൽ മാത്രം നമ്മൾ പീസ് വെച്ചത്, താഴേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല.
രണ്ട് സ്ലീവിലും നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലെ 2 ഇഞ്ചിൻ്റെ പീസ് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആം ഹോൾ എടുത്തിട്ടുള്ളത് 7.5 ഇഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 10.5 കിട്ടും. അതാണ് നമ്മൾ കൈവണ്ണമായിട്ട് എടുക്കുന്നത്. മടക്കി ഇടുമ്പോൾ 10.5 ഇഞ്ച്. ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേൽഭാഗത്ത്, അതായത് മടക്ക് വശത്താണ് നമ്മളെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്ത് നമുക്ക് ഇതുപോലെ മടക്കി ഇടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 10.5 ഇവിടെ 11 കിട്ടിയിട്ടുണ്ട്. നമുക്ക് 10.5 മാർക്ക് ചെയ്യാം. ശേഷം നമുക്ക് താഴ്ഭാഗത്ത് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മേൽഭാഗത്ത് നിന്ന് ഈ 3.5യിലേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. മേൽഭാഗത്ത് നിന്ന് ഒരു 1.5 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് നമ്മുടെ ആം ഹോൾ കർവിനെ ഇതുപോലെ സെൻട്രൽ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി അവിടെ നിന്നും താഴേക്ക് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ചിലും നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്നും താഴേക്ക് ബാക്കി വരുന്നതാണ് നമ്മുടെ തയ്യൽ തുമ്പ്. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് നോക്കാം. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 11 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ പകുതി 5.5 ഇഞ്ച്, കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്ക് ഈ പോയിന്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി മേലെ സെൻറ്റർ ഭാഗത്ത് നമുക്കിതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കാം. ബോഡി പാർട്ടിലായിട്ട് നമ്മളൊന്ന് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിലും നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ 2 നല്ല ഭാഗം ചേർത്ത് വെക്കുക. അതിന് ശേഷം ഒരു സൈഡിൽ ഇതുപോലെ ചെറിയ ഒരു 1/2 ഇഞ്ചിലൊന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ട് അവിടെ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. ഇനി താഴ്ഭാഗത്ത് ആദ്യം 1/2 ഇഞ്ചിലും പിന്നീട് 1/2 ഇഞ്ചിലും കൂടി മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു നോച്ചിട്ടിട്ടുണ്ട്. ആ ഭാഗത്ത് നമ്മൾ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗമുണ്ടല്ലോ, ആ 2 ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. അപ്പോൾ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി സ്റ്റിച്ചിങ് നമ്മൾ തുടങ്ങേണ്ടത് ആ പോയിന്റിൽ നിന്ന് തന്നെയാണ്. അവിടെ നിന്നും ഒരു സൈഡിലേക്ക് ഫുള്ളായിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ആ പോയിന്റിൽ വന്നിട്ട് മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ തന്നെ 2 സ്ലീവും ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവ് നമ്മൾ 2 അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. അതായത് ഫ്രണ്ടും ബാക്കും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ എൻഡിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് നേരെ ചെസ്റ്റിലേക്ക്, പിന്നെ വേസ്റ്റ്, പിന്നെ ഹിപ്പിൻ്റെ അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ലോക്കിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ് അവസാനിപ്പിക്കാം. അവിടെ നിന്നും താഴേക്ക് നമുക്ക് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 1 ഇഞ്ചിൻ്റെ സ്ലിറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ചും കൂടി മടക്കിയിട്ട് നമുക്ക് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം താഴ്ഭാഗത്ത് നമുക്ക് ആദ്യം 1/2 ഇഞ്ചിലും പിന്നീട് 1/2 ഇഞ്ചിലും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചിൻ്റെ ഒരു പീസും കൂടി കൊടുത്തിട്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.